സെറ്റ് മാത്സ് ജൂലൈ 2026 തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് സ്ട്രാറ്റജി കാണിച്ചു തരാം. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഹയർ സെക്കൻഡറി ടീച്ചറാകാൻ സെറ്റ് ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, സെറ്റ് വളരെ ടഫ് എക്സാം ഒന്നുമല്ല, പക്ഷേ ഇതൊരു സ്മാർട്ട് എക്സാം ആണ്. ഇവിടെ പ്രധാനമായിട്ടും ചോദിക്കുന്നത് കോൺസെപ്റ്റ്സ്, ബേസിക് പ്രോബ്ലം സോൾവിങ്, റിപ്പീറ്റഡ് പാറ്റേൺസ് ഇവയാണ്. അതുകൊണ്ട് എല്ലാം ഡെപ്തായി പഠിക്കേണ്ടതില്ല, സ്മാർട്ടായി പഠിച്ചാൽ മതി. ഇനി എന്ത് പഠിക്കണം? സെറ്റ് മാത്സിൽ ഫോക്കസ് ചെയ്യേണ്ട പ്രധാന ടോപ്പിക്സ് ഇതാണ്. ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ റിയൽ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് ഇമ്പോർട്ടൻറ്റ് പേപ്പറാണ്, അത് പഠിച്ചിരിക്കണം. ദെൻ അബ്സ്ട്രാക്ട് ഓൾജിബ്ര നിങ്ങൾ പഠിച്ചിരിക്കണം. ലീനിയർ ഓൾജിബ്ര ആൻഡ് മെട്രിക്സ് തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അതും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു 5 ടോപ്പിക്സ് 5 പേപ്പേഴ്സ് നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ടോപ്പിക്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. മറ്റുള്ള റെയർ ടോപ്പിക്സിൽ നിന്ന് കൂടുതൽ സമയം കളയേണ്ടതില്ല. ഒരു സിമ്പിൾ ഡെയിലി പ്ലാൻ ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ 2 മണിക്കൂർ കോൺസെപ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിക്കും. 1 മണിക്കൂർ MCQ പ്രാക്ടീസ് ചെയ്യുക, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. 30 മിനിറ്റ്സ് റിവിഷന് വേണ്ടിയിട്ട് ചെലവഴിക്കുക. ഇതൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിൽ 2-3 മാസം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. തിയറീസ് ജസ്റ്റ് വായിക്കുന്നത് മാത്രം പോരാ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് ശ്രദ്ധിച്ച് അതേ മോഡൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. സെറ്റ് എക്സാംസിൽ ക്വസ്റ്റ്യൻ പാറ്റേൺസ് റിപ്പീറ്റ് ആകാറുണ്ട്, സോ അത് ശ്രദ്ധിച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. പലരും ചെയ്യുന്ന മിസ്റ്റേക്സ്, വളരെയധികം ടോപ്പിക്സ് നിങ്ങൾ ഒരുമിച്ച് പഠിക്കും, ബട്ട് MCQs പ്രാക്ടീസ് ചെയ്യില്ല, റിവിഷനും ഒഴിവാക്കും. സോ ഇതെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്താൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് കിട്ടും. 2-3 മാസം കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ സെറ്റ് ക്ലിയർ ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. സോ കൂടുതൽ പഠിക്കുന്നതല്ല പ്രധാനം, കറക്റ്റായി പഠിക്കുന്നതാണ് പ്രധാനം. ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സെറ്റ് മാത്സ് റിലേറ്റഡ് കൂടുതൽ വീഡിയോസ് ഞാൻ റെഗുലർലി അപ്ലോഡ് ചെയ്യും. താങ്ക് യു.